പങ്കെടുത്തിട്ടുള്ള ബഹുമാനിയായ മന്ത്രിയും MLA അടക്കമുള്ള പ്രിയങ്കരായ നിങ്ങളെ ഏവരെയും നിറഞ്ഞ മനസ്സോടുകൂടി കായംകുളം നഗരവാസികൾക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കായംകുളം താലൂക്ക് ആശുപത്രി എന്ന വലിയൊരു വികസന കുതിപ്പിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ താലൂക്ക് ആശുപത്രികളിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ആശുപത്രിയാണ് നമ്മുടേത്. കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നിവിടെ സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടേതുമായി പൂർത്തീകരിക്കപ്പെട്ട വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയാണ്. 3,19,00,000 രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ചിരിക്കുന്ന MCH ബ്ലോക്കിലെ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, പ്രസവ വാർഡ്, ICU യൂണിറ്റ്, ലിഫ്റ്റ് തുടങ്ങിയവയുടെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുകയാണ്. നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും മേൽപ്പറഞ്ഞ സംവിധാനം ഇപ്പോഴാണ് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കായംകുളം നഗരസഭ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് ആശുപത്രികൾ നടപ്പിലാക്കി വരുന്നത്. ഒരുപക്ഷെ നഗരസഭാ ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ചത് കായംകുളം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയാണ്. ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാൻ 57 ലക്ഷം രൂപ നഗരസഭ മുടക്കിയാണ് ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. അതിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ലാബിലേക്ക് കോടികൾ വിലയുള്ള അത്യാധുനിക ഉപകരണങ്ങളാണ് വാങ്ങി നൽകിയിട്ടുള്ളത്. 60 ലക്ഷത്തോളം രൂപ മുടക്കി ക്യാൻസർ നിർണയ ടെസ്റ്റ്, ഹാർട്ട്, തൈറോയിഡ്, അലർജി, 3 മാസം മുമ്പുള്ള ഷുഗർ നോക്കുന്നതിനുള്ള ടെസ്റ്റ് അടക്കം 25ഓളം ടെസ്റ്റുകൾ നടത്തുവാൻ കഴിയുന്ന ആധുനിക ഉപകരണങ്ങൾ നഗരസഭ വാങ്ങി നൽകി. 27 ലക്ഷം രൂപ ചെലവഴിച്ച് ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട റീഏജൻസുകൾ വാങ്ങി നൽകി. 25 ലക്ഷം രൂപ ചെലവഴിച്ച് അസ്ഥിരോഗ വിഭാഗത്തിനായി സിയാ മെഷീൻ ഇപ്പോൾ വാങ്ങി നൽകിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടനയും നഗരസഭയും ചേർന്ന് 1,13 ലക്ഷം രൂപ ചെലവഴിച്ച് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. അടുത്ത പ്രദേശത്ത് മറ്റൊരു സർക്കാർ ആശുപത്രിയിലും ഇത്തരം സൗകര്യമില്ല എന്നുള്ളതാണ് വസ്തുത. രോഗികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കാൻ പവർ ലോണ്ടറി അനുവദിച്ചിട്ടുണ്ട്. ആയത് വേഗം ലഭിക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആശുപത്രിയിൽ വിവിധ സ്ഥലങ്ങളിലായി CCTV സ്ഥാപിച്ചു. ടിക്കറ്റ് കൗണ്ടറിലും ലാബിലും ഫാർമസിയിലും OPയിലും ആധുനിക രീതിയിലുള്ള ടോക്കൺ സിസ്റ്റം, അതിനാവശ്യമായ ഉപകരണങ്ങളും വാങ്ങി നടപ്പിലാക്കി. രോഗികൾ വന്നാൽ ഇരിക്കുന്നതിന് ആവശ്യമായ ഇരിപ്പിടങ്ങൾ അടക്കമുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആശുപത്രിയുടെ അകവും പുറവും പരിസരങ്ങളും മനോഹരവും വൃത്തിയുള്ളതുമാക്കി. 1 ലക്ഷത്തിലേറെ രൂപ മുടക്കി ആശുപത്രിയുടെ പേര് ആലേഖനം ചെയ്ത് LED ബോർഡ് വെച്ചുകൊണ്ട് ബഹുമാന്യനായ ഹിലാൽ ബാബു സാർ ആശുപത്രി കവാടം മനോഹരമാക്കി തന്നു. കായകൽപ്പ അസസ്മെൻറ്റ് താലൂക്ക് ആശുപത്രി തലത്തിൽ ആലപ്പുഴ ജില്ലയിലെ 1ാമത്തെയും സംസ്ഥാനത്തെ 5ാം സ്ഥാനത്തും നമ്മുടെ ആശുപത്രിയെ എത്തിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന കായകൽപ്പ അവാർഡ് നേടി അംഗീകാരം നേടാനും കഴിഞ്ഞു. നഗരസഭയുടെയും ഡോക്ടർമാരുടെയും ആശുപത്രികളിലെ മുഴുവൻ ജീവനക്കാരുടെയും ഉദാരമതികളായ നാട്ടുകാരുടെയും സഹായത്തോടുകൂടി ജില്ലയിൽ തന്നെ ഏറ്റവും പിന്നിലായിരുന്ന നമ്മുടെ ആശുപത്രി 1ാമതെത്തിക്കുവാൻ കഴിഞ്ഞുവെന്നത് ഏറെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ വർഷം അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു വിഷമം കൂടിയുണ്ട്. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവയാക്കി. എക്സ്റേ, ഡയാലിസിസ് യൂണിറ്റ്, ഫാർമസി, ലാബ്, ECG എന്നിവയെല്ലാം ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ 4 ഷിഫ്റ്റുള്ള ഡയാലിസിസ് യൂണിറ്റിലേക്ക് സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ 50 ലക്ഷം രൂപയാണ് മരുന്ന് വാങ്ങുന്നതിനായി നഗരസഭ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ വർഷം വൃക്കരോഗികൾക്ക് 10,000 രൂപ വീതം ധനസഹായം നൽകി. മറ്റെല്ലാ ആശുപത്രികളിലും ഉച്ചയ്ക്ക് ശേഷം കാഷ്വാലിറ്റി മാത്രം പ്രവർത്തിക്കുമ്പോൾ നഗരസഭാ ഫണ്ട് പ്രതിമാസം 1,10,000 രൂപ ഉപയോഗിച്ച് 2 ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 4 മണി മുതൽ 10 മണി വരെ ഈവനിങ് OP പ്രവർത്തിച്ചു വരുന്നു. ചൂടുവെള്ളം, തണുത്ത വെള്ളം അടക്കം കൊടുക്കുന്നതിനുള്ള വാട്ടർ കിയോസ്കുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്ഥാപിച്ചു. ഇതിനു പുറമെ ടോയ്ലറ്റ് നവീകരണം, പെയിൻറ്റിങ് തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദശലക്ഷക്കണക്കിന് രൂപയാണ് നഗരസഭ ചെലവഴിച്ചത്. ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രവർത്തനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് നഗരസഭ നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ഓരോ വർഷവും ചെലവഴിച്ചു വരുന്നത്. ഒരുപക്ഷെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ നിലയിൽ ഇത്രത്തോളം തുക ഒരു ആശുപത്രിക്ക് വേണ്ടി ചിലവഴിക്കുന്ന നഗരസഭ സംസ്ഥാനത്ത് തന്നെ വേറെ ഉണ്ടാവില്ല എന്നത് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മാത്രമല്ല, പ്രിയങ്കരിയായ കായംകുളത്തിൻ്റെ വികസന നായിക എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നമ്മുടെ MLA മുൻകൈയെടുത്ത് നടത്തിയ വികസന നേട്ടങ്ങൾ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. നമ്മുടെ ആശുപത്രിയുടെ മുൻവശ ഐശ്വര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന ലബോറട്ടറി ബ്ലോക്ക് 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് നൽകിയതാണ്. MLA ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ തുക അനുവദിച്ചിട്ടുള്ളത്.
MLA ആസ്തി വികസന ഫണ്ട് 35 ലക്ഷം രൂപ അനുവദിച്ച് നൽകിയ ലെവൽ D ആംബുലൻസ് MLA മുൻകൈയെടുത്ത് 47 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തിവരുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബഹുനില കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ആശുപത്രിയായി നമ്മുടെ ആശുപത്രി മാറും. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിലും ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളിലെ വൈദ്യുതി കണക്ഷൻ മാറ്റിത്തരേണ്ടതിന് തന്നെ 70 ലക്ഷത്തോളം രൂപ നഗരസഭ വൈദ്യുതി ബോർഡിന് നൽകേണ്ടി വന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം, മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളടക്കം എല്ലാ തടസ്സങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് നഗരസഭയും HMCയും നല്ല ഇടപെടലാണ് നടത്തിയത്. നമ്മുടെ മുൻ MP AM ആരിഫ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ആംബുലൻസ് 2 വെന്റിലേറ്ററുകളും ആസ്പത്രിക്കായി നൽകിയിരുന്നു എന്ന വസ്തുതയും ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. കൂടാതെ മോർച്ചറി കെട്ടിടം വിപുലീകരിക്കുന്നതിനായി 24 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ താലൂക്ക് ആസ്പത്രിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ വികസന നേട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട MLA, കായംകുളം നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, HMC അംഗങ്ങൾ, സർവോപരി ഗവൺമെൻറ് ആസ്പത്രിയിലെ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഡോക്ടർമാർ വരെയും ഓഫീസ് ജീവനക്കാർ ഒരു മനസ്സോടെ നിന്നായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന അഭിമാനത്തോടെ ഓർക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായി ഈ ആതുരാലയം മാറുകയാണ്. കായംകുളം പട്ടണത്തിലുള്ളവർക്ക് മാത്രമല്ല, ഈ മണ്ഡലത്തിലെയും ഹരിപ്പാട്, കരുനാഗപ്പള്ളി മാവേലിക്കര മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ഗുണം ലഭിക്കുന്നുണ്ട്. ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയിൽ ദൈനംദിന നിരവധി റോഡപകടങ്ങളിൽപ്പെടുന്ന എത്രയോ പേരെയാണ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. പക്ഷേ വൈകുന്നേരം ആയാൽ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണുള്ളത്. ആവശ്യമായ ഡോക്ടർമാരെ തരുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പുതുതായി തുടങ്ങിയ MCH ബ്ലോക്കിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി കൂടുതൽ സ്റ്റാഫ് നേഴ്സ്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, NHM ഗ്രേഡ് 2 മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങിയവരെ നിയമിക്കുന്നതിന് വേണ്ട ഇടപെടൽ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജില്ലയിൽ തന്നെ 4 ഷിഫ്റ്റായി പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ രോഗികളെ ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രിയാണ് നമ്മുടേത്. എന്നാൽ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സേവനം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി മുഴുവൻ ദിവസവും ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കി തരണമെന്നും മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലാബിൽ നിരവധി മെഷീനുകളാണ് വാങ്ങി നൽകിയിട്ടുള്ളത്. ഇനിയും ആവശ്യമായ മെഷീനുകൾ വാങ്ങി നൽകുവാൻ നഗരസഭ തയ്യാറാണ്. പക്ഷേ ഇവിടെ ആവശ്യമായ ജീവനക്കാരില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കെട്ടിടത്തിൽ ഏതാനും ICU ബെഡുകൾ കൂടി ലഭിക്കുന്നതിനും സഹായിക്കണം. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി വേഗത്തിലാക്കി അതിവേഗം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും പ്രിയപ്പെട്ട MLAയുടെയും അതിവേഗ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആശുപത്രി പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും അപകട മരണം, അസ്വാഭാവിക മരണം അടക്കം നിരവധി മൃതശരീരങ്ങളാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു ഫോറൻസിക് സർജൻ്റെ സേവനം അടുത്ത കാലം വരെ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലഭിക്കുന്നില്ല. ഫോറൻസിക് സർജനെ മാറി പകരം ആളെ തന്നിട്ടുമില്ല. ഈ കാരണത്താൽ നിരവധി മൃതദേഹങ്ങൾ ആലപ്പുഴയിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയാണ്. ഇതിൻ്റെ പേരിൽ യാതൊരു മാർഗവുമില്ലാത്ത എത്രയോ പാവങ്ങളാണ് ഓരോ ദിവസവും പ്രയാസപ്പെടുന്നതെന്ന് നേരിട്ടറിയുന്നവരാണ് ഞങ്ങൾ. കായംകുളത്ത് നിന്നും പരിസര മണ്ഡലങ്ങളിൽ നിന്നുമായിട്ടുള്ള ധാരാളം ആളുകൾക്ക് ഈ ഒരു സഹായമാകും. ഒരു പോലീസ് സർജനെ വീണ്ടും കായംകുളത്ത് തന്നാൽ എന്നതൊരു അഭ്യർത്ഥനയായി പറയുകയാണ്. മുമ്പില്ലാത്ത വിധം വലിയ വികസന മുന്നേറ്റം നടക്കുമ്പോഴും ഞാനിവിടെ സൂചിപ്പിച്ച ഒട്ടേറെ ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കാൻ കഴിയുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജനകീയ സർക്കാർ, അതിൽ ആരോഗ്യ മേഖലയുടെ പുരോഗതിക്ക് കാലോചിതവും ജനകീയമായ നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, മത്സ്യത്തൊഴിലാളികളുടെയും മറ്റൊട്ടേറെ പാവങ്ങളുടെയും ആശ്രയ കേന്ദ്രമായി ഈ ആശുപത്രിയുടെ ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു തരണം എന്ന അഭ്യർത്ഥനയോടെ ആരാധ്യയായ കേരളത്തിൻ്റെ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. നമ്മളറിയാത്ത കാര്യത്തിന് പോലും ആരോപണം കേൾക്കേണ്ടിയൊക്കെ വരുന്ന മേഖലയാണ്. അതിനെ വളരെ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് എനിക്ക് അഭിമാനമാണ്. ഞാനും വീണ ജോർജ് മിനിസ്റ്ററും ഞങ്ങൾ ഒന്നിച്ച് 2016 വരുന്ന സമയം വളരെ അഭിമാനത്തോടു കൂടി കേരള നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ ആ ഒരു സന്തോഷത്തോടെ വന്ന കുറച്ച് പേരിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ള സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിരവധിയായ ആവശ്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്.
മിനിസ്റ്റർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5 മീറ്റിംഗ് മിനിസ്റ്റർ വിളിച്ച് കഴിഞ്ഞു. ഇപ്പോഴിങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറയും സഭ കൂടി ഉടനെ തന്നെ നമുക്ക് എൻ്റെയും വൈക്കം MLA ആശയുടെയും ഞങ്ങൾ 3 പേരും തമ്മിൽ ഒരു വലിയ ബോണ്ടിങ് കൂട്ടുകെട്ട് ഉള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്വാതന്ത്ര്യത്തോടെ എന്തും പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് മിനിസ്റ്ററോട് ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല. കാരണം ഇങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ കെട്ടിടം തീർന്നു കഴിഞ്ഞാൽ ഒരു അംബ്രല്ലയുടെ കീഴിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വരും. ഇന്ന് മന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ, ആരോഗ്യമന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ ലോകോത്തര നിലവാരമുള്ള സ്കിൻ ബാങ്ക് അല്ലേ മിനിസ്റ്റർ, നമ്മൾ ആദ്യമായി നമ്മുടെ കേരളത്തിൽ നമ്മുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമാണ്. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലൊക്കെ ആയി പോകുന്നവരുടെ സ്കിന്ന് അത് അവരുടെ തരം അനുസരിച്ച് മാറ്റാൻ കഴിയുന്ന ലോകോത്തര നിലവാരമുള്ള സ്കിൻ ബാങ്ക്, ബ്ലഡ് ബാങ്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കിൻ ബാങ്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ്. ആ ദിവസമാണ് മന്ത്രി ഇവിടെ എത്തിയത് എന്നുള്ള സന്തോഷമുണ്ട്. ഒപ്പം ഇന്ത്യയിലെ നീതി ആയോഗിൻ്റെ പട്ടികയിലെടുത്താൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ഈ 2024-21 മുതൽ ശൈല ടീച്ചർ തുടങ്ങി വെച്ച് ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനും ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള നോവൽറ്റി ഉള്ള ഒട്ടേറെ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും കഴിഞ്ഞ് നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിന് വാങ്ങിത്തരാനും ഒക്കെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക്. നമ്മുടെ ഇവിടെ ഇന്ന് കായംകുളത്തിൻ്റെ ആരാധ്യയായിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു നഗരസഭ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ് എന്നുള്ളത് കായംകുളം നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അംഗങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഒരു ബോഡിയെ തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിനന്ദിക്കാം. അവർ ഒരുപാട് ഫണ്ടാണ് നഗരസഭ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഒപ്പം ഒരു നല്ല ടീം ഓഫ് ഡോക്ടേഴ്സ്, സൂപ്രണ്ടും ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ വർക്കുണ്ട്. ഈ ഡോക്ടേഴ്സിനൊക്കെ എതിരെയുള്ള ചില കൃത്രിമ പരാതികളൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ആൾക്കാർ ഓടി വരുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്കാണ്. ദേശീയപാതയുടെ സമീപം ഉള്ളതുകൊണ്ട്, ദേശീയപാതയുടെ സമീപം ഉള്ളതുകൊണ്ട് തന്നെ വീണ ജോർജ് മിനിസ്റ്ററുടെ ഏറ്റവും പ്രത്യേക അറ്റൻഷൻ നമ്മുടെ ആശുപത്രിക്കുണ്ട്. കാരണം ദേശീയപാതയോട് ചേർന്ന് മെഡിക്കൽ കോളേജ് പോലും ഇത്രയും അടുത്തല്ല. അതുകൊണ്ട് തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ ബിൽഡിംഗ് തീരുന്ന സമയത്ത് നമ്മുടെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. 1000-ലധികം OP വരുന്ന ആശുപത്രിയാണ്. പക്ഷെ പലപ്പോഴും ഇത് ജില്ലാ ആശുപത്രിയായിട്ട് മാറ്റുന്ന കാര്യം പറയുമ്പോൾ മിനിസ്റ്റർ ഞാൻ പറയും വേണ്ട, കാരണം നഗരസഭയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ജില്ലാ ആശുപത്രിയല്ലേ മിനിസ്റ്റർ? ജില്ലാ ആശുപത്രി ആവുന്നതിൽ നല്ല താലൂക്ക് ആശുപത്രിയായിട്ട് നിൽക്കുന്നതല്ലേ ഇപ്പം. കാരണം ജില്ലാ ആശുപത്രിയെ നമ്മുടെ കയ്യിലില്ല. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കൺട്രോളിലാണ്, അതൊരു തെറ്റാണെന്നല്ല. പക്ഷേ നമ്മുടെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ഫണ്ട് ചെലവഴിക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റേതായ ഗുണത്തിൽ തന്നെ പോവാനും പറ്റും. മുൻ ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സന്തോഷകരമായൊരു കാര്യമാണ്. 2018 നമുക്ക് ഈ 54 കോടിയുടെ ഫണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് അനുവദിച്ച് കിട്ടുന്നത് 2018 അന്ന് തുടങ്ങി വെച്ചതാണ്. അതുപോലെ നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ലക്ഷ്യ പ്രോജക്റ്റിൽ 3.25 കോടി മുടക്കി ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പ്രത്യേക ബ്ലോക്ക് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ട് ഏകദേശം 3-4 വർഷമായി. അത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്തെങ്കിലും ഞങ്ങൾക്കത് തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മന്ത്രിയുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായി എല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നഗരസഭയുടെ സംഭാവനയും അതിലുണ്ട്. അത് തന്നെ നിങ്ങൾ ഓർക്കണം, 3.25 കോടി രൂപയുടെ ഒരു ബ്ലോക്കാണ് അവിടെ. കൂടാതെ നമ്മുടെ ഓക്സിജൻ പ്ലാന്റ് നമ്മൾക്ക് വെക്കാൻ കഴിഞ്ഞു. ലാബറട്ടറി, അത്യന്താധുനിക സംവിധാനമുള്ള ലാബറട്ടറി, ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇവിടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ സന്തോഷത്തോടെ ഞങ്ങൾ പറയുകയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ഫർസാന എന്നോട് പറഞ്ഞു, നമുക്ക് 75 വർഷമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ആശുപത്രി 75 വർഷമായി രൂപീകരിച്ചു. ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെയൊക്കെ ആഗ്രഹം ഈ നഗരസഭാ പീരീഡിൽ തന്നെ ഞങ്ങളുടെ ഈ പുതിയ കെട്ടിടം നമ്മൾക്ക് ചെയ്തു തീർക്കാൻ കഴിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനും മിനിസ്റ്ററും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 6 PHCകളിലും ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ആയി കഴിഞ്ഞു. പണ്ടത്തെ ആശുപത്രി അല്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയും, പണ്ട് സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരേ ഒരു മരുന്ന് മാത്രമായിരുന്നു, ഒരു ചുമല മരുന്നാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ ആശുപത്രി അല്ല. ഞാനും മന്ത്രിയും കൂടെ ആശുപത്രി അകത്തൊക്കെ കയറി നോക്കിയിട്ട് ഞങ്ങൾ പറയാം, നമുക്ക് വനിതകളെന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനം തോന്നുകയാണ്.
കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 എന്ന് അറിയപ്പെടാനായിട്ട് ഇവരുടെയൊക്കെ ഒരുപാട് അധ്വാനമുണ്ട്. മിനിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ടീമിൻ്റെ ഒരുപാട് അധ്വാനമുണ്ട്. അപ്പോൾ ഡയമണ്ട് ജൂബിലിയിലേക്ക് കടക്കുമ്പോൾ 75 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾക്ക് നമ്മുടെ നഗരത്തിന്, നമ്മുടെ നാട്ടിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സംഭാവനയായിരിക്കും ഈ പുതിയ ബിൽഡിംഗ്, 54 കോടിയുടെ ബിൽഡിംഗ് അടക്കം എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മന്ത്രി എന്ന ബന്ധത്തിനുപരിയായി അങ്ങേയറ്റം ഞങ്ങൾ തമ്മിലുള്ളൊരു വേറെ ഒരു ബോണ്ടിങ് ഉണ്ട്, സഹോദരതുല്യമായൊരു ബോണ്ടിങ് ഉണ്ട്, സഖാക്കളെന്ന ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ആളെന്ന നിലയിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വീണ ജോർജ് മിനിസ്റ്റർക്ക് മനസ്സിലാവാൻ കഴിയുന്ന ആളാണ്, മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഒരുപാട് സ്നേഹം ഈ തിരക്കിനിടയിലും ഞാൻ ഓരോരുത്തരെയും ഒന്ന് സംഭവം ഇത് സമയം എടുക്കാഞ്ഞാണ്. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, അത് അവസാനം എല്ലാവരും സംസാരിച്ചതിന് ശേഷം പറയാം. മന്ത്രിയുടെ തിരക്കിനിടയിലും കുറച്ച് നാളുകളായി ഞങ്ങൾ തമ്മിൽ ഡേറ്റ് എടുക്കും, പക്ഷേ പലപ്പോഴും ഞങ്ങൾക്കത് രണ്ടുപേർക്കും ആ ടൈമിൽ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെയും മിനിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. കാദിശ പള്ളിയിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാം നമുക്കത് ക്ലബ് ചെയ്താൽ മതിയായിരുന്നു. രാവിലെ മുതലുള്ള പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ പുതിയ ഏരിയ സെക്രട്ടറി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് ഈ അവസരത്തിൽ പറയുന്നില്ല, പിന്നീട് സമയം എടുത്ത് തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ പറയാം. ഏറ്റവും പ്രിയങ്കരിയായ ബഹുമാന്യായിട്ടുള്ള വീണ ജോർജ് മിനിസ്റ്റർ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മുടെ കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വിവിധ പദ്ധതികളുടെ ലേബർ റൂമും മെറ്റേണിറ്റി വാർഡും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ അടക്കം വിവിധ പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ദേശീയ ഗുണനിലവാരം അനുസരിച്ചാണ് നമ്മുടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ലേബർ റൂമും മെറ്റേണിറ്റി വിഭാഗവും അതിനോടനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടിരിക്കുകയാണ്. മോഡുലർ OT-യാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ICU ഏതാണ്ട് 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ സിവിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിച്ചത്. അത് നെഗറ്റീവ് പ്രഷർ ICU ആണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം എന്താണ് നെഗറ്റീവ് പ്രഷർ എന്ന് ലളിതമായി പറഞ്ഞാൽ, നമ്മളൊരു ICUവിൽ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും അണുബാധ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തുക. അങ്ങനെ ഏർപ്പെടുത്തി നെഗറ്റീവ് പ്രഷർ സംവിധാനം ഏർപ്പെടുത്തിയ ICU ആണ് ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ സജ്ജമായിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് മെഡിക്കൽ ഗ്യാസ് ലൈന്, അങ്ങനെ കുറേ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നഗരസഭ 57 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ HT കണക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടന ആലപ്പുഴ ജില്ലയ്ക്ക് ഒട്ടേറെ പദ്ധതികൾ, ഒത്തിരി സഹായങ്ങൾ ആരോഗ്യമേഖലയിൽ ചെയ്ത സംഘടനയാണ്. അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ ചേർന്ന അവലോകന യോഗം കായംകുളത്തിൻ്റേതായിരുന്നു എന്ന് തോന്നുന്നു. കായംകുളം MLA-യുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഫിസിക്കലായിട്ട് വിളിച്ചു ചേർത്ത യോഗം പ്രിയങ്കരിയായിട്ടുള്ള പ്രതിഭ MLA-യുടേതായിരുന്നു. അങ്ങനെ നിരന്തരമായി, അതുപോലെ ചെയർപേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്ന് ഞങ്ങളുടെ ആശുപത്രി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നഗരസഭയും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതായി അറിയിക്കുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ കായംകുളത്തെയും പരിസര പ്രദേശങ്ങളെയും ആളുകൾക്ക് വേണ്ടി 64.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്, 64 കോടി 70 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 5 ബ്ലോക്കുകളിലായി അതിമനോഹരമായിട്ടുള്ളൊരു കെട്ടിട സമുച്ചയം ഇവിടെ ഉയരുകയാണ്. ഏതാണ്ട് 64% അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിരന്തരമായിട്ടുള്ള പല തടസ്സങ്ങൾ, കാരണം പണ്ടൊക്കെ നമുക്ക് ഒരു ആശുപത്രിക്ക് 6 ലക്ഷം രൂപ ചെലവഴിക്കണമെന്ന് വെച്ചാൽ, അല്ലെ 60 ലക്ഷം രൂപ ചെലവഴിക്കണമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു വർഷം ഒരു ആശുപത്രിക്ക് നമുക്ക് 128 താലൂക്ക് ആശുപത്രിയുണ്ട് സംസ്ഥാനത്തുടനീളം.
അതുകൂടാതെ 38ഓളം ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രികളുണ്ട്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുണ്ട്, വനിതാ ശിശു ആശുപത്രികളുണ്ട്. അതൊക്കെ കൂടാതെ ഏതാണ്ട് 885ഓളം ആരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിലുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പുതുതായിട്ട് 5000-ലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു വർഷം ഒരു 6 ലക്ഷം രൂപ ഒരു ആശുപത്രിക്ക് അനുവദിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതായിരുന്നു മുൻപ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കിഫ്ബി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതോടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രകടമായ മാറ്റം നമ്മുടെ ആശുപത്രികളിൽ ആധുനിക നിലയിലുള്ള കെട്ടിടങ്ങൾ സജ്ജമായി പണി പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ കായംകുളത്തുണ്ട്, മാവേലിക്കര നിയോജക മണ്ഡലത്തിലുണ്ട്, അങ്ങനെ ഒട്ടനേകം നിയോജക മണ്ഡലങ്ങളിൽ അങ്ങ് ചേർത്തലേ പ്രസാദ് മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ നമ്മുടെ ജില്ലയുടെ അങ്ങേയറ്റത്ത് അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്, അരൂര് നിർമ്മാണം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലമെടുത്ത് നമ്മൾ പരിശോധിച്ചാലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഇരുളടഞ്ഞ കോറിഡോറുകളും വെളിച്ചം കിടക്കാത്ത വാർഡുകളും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് കായംകുളം ആശുപത്രിയിൽ ICU വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആ രീതിയിലുള്ളൊരു ക്രിട്ടിക്കൽ കെയർ ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്കങ്ങനൊരു സംവിധാനം നമ്മുടെ ആശുപത്രിയിൽ ആധുനിക നിലയിൽ നമ്മളിപ്പോഴാണ് സജ്ജീകരിച്ചത്. അപ്പോൾ കിഫ്ബിയിലൂടെ സംസ്ഥാനത്തെ ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടായി. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയുടെ 75 വർഷമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും MLA അതോടൊപ്പം നമ്മുടെ ചെയർപേഴ്സണും ഒക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ 75ാമത്തെ വർഷം വളരെ മനോഹരമായി നമ്മുടെ 5 ബ്ലോക്കുകളും നിർമ്മാണം പൂർത്തീകരിച്ച് ഈ നാട്ടിലെ സമാദരണീയരായിട്ടുള്ള ജനങ്ങൾക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കെട്ടിടം മാത്രമല്ല കേട്ടോ, അവിടെ എക്യുപ്മെൻസും ഉണ്ട്. അവിടെ ഈ കിഫ്ബിയുടെ 64 കോടി രൂപ, 64 കോടി 70 ലക്ഷം രൂപയിൽ കുറച്ച് രൂപ നമുക്ക് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ആവശ്യമായിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉൾപ്പെടെയുള്ള പല എക്യുപ്മെൻറ്റ്സും ഇവിടെ നമ്മൾ സജ്ജമാക്കും. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷൻ്റെ ഭാഗമായി നമ്മൾ ചികിത്സ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഏത് ചികിത്സ എവിടെയാണ് ലഭിക്കുന്നത്, നമ്മുടെ പഞ്ചായത്തിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി, ഇപ്പോൾ നഗരസഭയിൽ തന്നെ അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, അർബൻ ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയാൽ നമുക്കൊരു അസുഖം വന്നാൽ ഓടി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട, സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോകണ്ട, നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി നമ്മുടെ ഡോക്ടേഴ്സിനെ കണ്ട് അവർ പറയുന്ന മരുന്ന് എന്താണെന്നുള്ളത് നമുക്ക് എടുക്കാം. ഇനിയും അവർ പറയുകയാണ് ഇവിടെ ഇത് നമുക്ക് ഇവിടെ കൊണ്ട് നിൽക്കില്ല കേട്ടോ, ഒരു സ്പെഷ്യാലിറ്റി ചികിത്സ നേടണം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിക്കുന്നത് താലൂക്ക് തലം മുതലാണ്. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ്, ഇവിടെ നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സംവിധാനമുണ്ട്. നമുക്ക് 3 ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ 10,000 കണക്കിന് ആളുകൾക്ക് നമ്മളിവിടെ ഡയാലിസിസ് ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഡയാലിസിസ് സംവിധാനം വികസിപ്പിക്കുന്നതിനാണ്, ഇപ്പോൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഓരോ താലൂക്ക് ആശുപത്രിയിലും ഈ സംവിധാനം വികസിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്പെഷ്യാലിറ്റി ചികിത്സ തുടങ്ങുന്നത് താലൂക്ക് ആശുപത്രി മുതലാണ്. അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ തുടങ്ങുന്നത് ജില്ലാ ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ താലൂക്ക് ആശുപത്രിയിലും ഈ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുടെ ഗണത്തിൽ വരുന്നതാണ്. അതും നമ്മളിവിടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഈ കെട്ടിടം പൂർത്തിയാകുന്നതോടുകൂടി അതും സജ്ജമാക്കുകയാണ്. മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ തൃതീയ തലത്തിലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല. നമുക്കൊരു രോഗം വന്നു, കരളിന് അസുഖമാണ്, ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് കരളിന് അസുഖമാണ്, കരൾ മാറ്റിവെക്കണം. സ്വകാര്യ മേഖലയിൽ എത്രയാണെന്നറിയാമോ? സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന്, ഞാൻ നമ്മുടെ MLA ഓഫീസിലൊക്കെ ആളുകൾ വന്നിട്ട് ഫോമൊക്കെ ഒപ്പിടിപ്പിക്കാനായിട്ട് വരും. അപ്പോൾ അവർ ലക്ഷക്കണക്കിന് രൂപ, 40-45 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ വേണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്ന നിൽപ്പിൽ 45 ലക്ഷം രൂപ എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ
പറഞ്ഞു, നമുക്ക് ഈ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ചെയ്തോളൂ? വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നമ്മൾ നടത്തുന്നുണ്ട്, അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പോലെ ഒരുപാട് പണച്ചെലവുള്ള വലിയ സങ്കീർണമായിട്ടുള്ള, കുറച്ചുകൂടി സങ്കീർണമാണ്. അപ്പോൾ അത് സർക്കാർ മേഖലയിൽ എന്തുകൊണ്ട് നടത്തിക്കൂടാ? അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. 2022 കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ആദ്യമായി സൗജന്യമായി നടത്തി. തിരുവനന്തപുരത്ത് നടത്തുന്നു, കോഴിക്കോട് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു, ആലപ്പുഴയിൽ നമ്മൾ ആരംഭിക്കും. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞത്. ആദ്യമായിട്ടൊരു ജനറൽ ആശുപത്രിയിൽ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമ്മൾ വൃക്ക മാറ്റിവെച്ചു, രാജ്യത്താദ്യമാണ്. ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കുന്നതിനുള്ള ലൈസൻസും അവർക്ക് കിട്ടി കഴിഞ്ഞ മാസം. അപ്പോൾ അവർ ഹൃദയം മാറ്റിവെക്കാനായിട്ട് പോവുകയാണ്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ നയം? രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി നിരാലംബരായി പോകരുത്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം, അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണം. ഇന്ന് രാവിലെ ഞാൻ വരുന്നത് ഒരു ചടങ്ങിൽ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിട്ട് എന്താണെന്നറിയാം, അത് ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും കിടപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെയൊക്കെ വീടുകളിലോ അല്ലെ അറിയുന്നവരായിട്ടൊക്കെ മക്കൾ കാണും, SMA സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെയുള്ള അസുഖങ്ങൾ, നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട്, അവർക്ക് നല്ല ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട്, റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവർക്ക് മൂവ്മെൻറ്റ്, അവർക്ക് ചലനം സാധ്യമാക്കുന്ന പീഡിയാട്രിക് G-ഗേറ്റ് ആദ്യമായിട്ട് കേരളത്തിൽ നമ്മൾ ഇപ്പോൾ അതിൻ്റെ സേവനം കൊടുക്കാൻ പോവുക. ഒരു വർഷം മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആരെങ്കിലും നമ്മുടെ ഇവിടങ്ങളിൽ പൂർണ്ണമായിട്ട് കിടപ്പാണ്, ഒരു ചിലപ്പോൾ ആക്സിഡൻ്റൊക്കെ ആയിട്ട് അങ്ങനെ ചെറുപ്പക്കാരും അങ്ങനെ കിടന്നു പോകാം, എന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടൊരു G-ഗേറ്റ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ചിരുന്നു. 55 രോഗികൾക്ക് അതിൻ്റെ ഗുണം കിട്ടി. അത് വലിയ രീതിയിൽ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ഒരുക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള, ഇപ്പോൾ കായംകുളം ആശുപത്രി തന്നെ നോക്കിയാൽ ഈ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു 8 വർഷം നമ്മൾ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമെന്ന് നോക്കിയാൽ പഴയ കായംകുളം ആശുപത്രി അല്ല ഇപ്പോഴേ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടുത്തെ ഈ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഈ ലേബർ റൂമും ICUവും ഈ സംവിധാനങ്ങളെല്ലാം ഒന്ന് നോക്കിയാൽ എത്ര വലിയ മാറ്റമാണ് ആശുപത്രിയിൽ ഉണ്ടായത്. പക്ഷെ ഇതും പോരാ, നമ്മൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബ്ലോക്കുകൾ കൂടി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യമുള്ള ഒരു ആശുപത്രിയായിട്ട് കായംകുളം താലൂക്ക് ആശുപത്രി മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ, ഇപ്പോൾ ചികിത്സയുടെ കാര്യം പറഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു വർഷം 1600 കോടി രൂപ, നമ്മൾ വെറുതെ പറയുന്നതല്ല കേട്ടോ. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി ഒന്നാം സ്ഥാനം എന്തിനാണ്? ഏറ്റവും കൂടുതൽ, നമ്മളെക്കാളും വലിയ സംസ്ഥാനങ്ങളുണ്ട്, കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം പണം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 1600 കോടി രൂപയാണ് ഓരോ വർഷവും ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ആരംഭിച്ചു, വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ ഒന്നിച്ചാക്കി. അതിൻ്റെ ഫലമായി 2021 2.5 ലക്ഷം പേര് ആണ് സൗജന്യ ചികിത്സ ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 2025 തുടങ്ങി 2024 എന്ന വർഷത്തിൽ നമ്മൾ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയ ആളുകളുടെ എണ്ണം 6.25 ലക്ഷമാണ്. 6.25 ലക്ഷം ആളുകൾക്ക് നമ്മൾ സൗജന്യ ചികിത്സ നൽകിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ, പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഒരു വിഷമം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, ഒരു മാധ്യമത്തിലൊരു വാർത്തയാണ് കേട്ടോ. അതായത് ഒരു സർജറി ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷം അതേ ആശുപത്രിയിൽ വീണ്ടും സർജറി ചെയ്തു. ഈ ആശുപത്രിയുടെ പേര് ഇല്ല, പ്രമുഖമായ സ്വകാര്യ ആശുപത്രി എന്നേ പറയത്തുള്ളൂ. സർക്കാർ ആശുപത്രിയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അത് പറയും. എന്തെല്ലാം അവിടെ ചെയ്യാമോ അവിടെ കിടക്കുന്ന രോഗികളെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ആക്കുകയും ചെയ്യും. എന്നിട്ട് രണ്ടാമത് സർജറി ചെയ്ത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി. എന്നിട്ട് വീണ്ടും
അടുത്ത വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ രോഗിയുടെ ബന്ധുക്കളുടെ പരാതിയാണ്, പക്ഷെ പേര് പറയത്തില്ല. അതോടൊപ്പം ഒട്ടനേക സംഭവങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ നിരന്തരമായിട്ട് സമരങ്ങളാണ്. അപ്പോൾ എന്നോട് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിലെ PRO ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ മുന്നിൽ ഉണ്ട് എപ്പോഴും. ഞാൻ പറഞ്ഞു CCTV ദൃശ്യങ്ങളൊന്ന് എടുത്തിട്ട് ഒരേ ആളുകളാണോ എപ്പോഴും വരുന്നത് എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പ്രിൻസിപ്പലിനോട് സൂപ്രണ്ടിനോടും പറഞ്ഞു. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള സമരങ്ങൾക്ക് ശമനമുണ്ടായി. നമ്മൾ കാണേണ്ടതാണ്. അതായത് ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം കൂടി സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുമുണ്ട്. അവർ നല്ല നിലയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു മറുവശം കൂടിയുണ്ട്. ആ മറുവശം സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ആശുപത്രി ആശ്വാസത്തിൻ്റെ കേന്ദ്രമാകണം. നമ്മളൊരു ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് മാർദ്ദവമില്ലാതെ പെരുമാറിയാൽ നമ്മുടെ ഉള്ള അസുഖം ഇരട്ടിക്കും. അതിന് പകരം ഒന്നിരുന്നാട്ടെ കേട്ടോ, ഡോക്ടർ നല്ല തിരക്കില്ല, നോക്കിക്കൊള്ളും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇനി നോക്കിയില്ലേലും നമുക്കൊരാശ്വാസമാണ്. അപ്പോൾ ആശുപത്രികൾ ആശ്വാസത്തിൻ്റെ ഇടങ്ങളാകണം. അതാണ് ആർദ്രം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അതുകൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരമാവധി നിസ്സഹായരായ രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രം ബാധിക്കുന്നതല്ല, മനസ്സിന് പ്രയാസം ഉണ്ടാകും. അതുപോലെ നമ്മുടെ സാമ്പത്തികമായി നമുക്ക് ചിലപ്പോൾ ആശങ്കയുണ്ടാകും, സാമൂഹികമായിട്ട് പ്രശ്നം ഉണ്ടാകും. രോഗം ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ സാമൂഹികമായും സാമ്പത്തികമൊക്കെ ബാധിക്കുന്നതാണ്. അപ്പം അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയണം. ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ ചികിത്സയില്ല കേട്ടോ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാൻ പാടില്ല. അവിടെ ചികിത്സാ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സമീപത്തുള്ള ആശുപത്രികൾ എവിടെ നിന്നാണ് റെഫർ ചെയ്യുന്നതെന്ന് നോക്കാൻ അവിടുത്തെ ഇപ്പോൾ കാഷ്വാലിറ്റി അല്ല, എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ കേസ് ഷീറ്റുകൾ എടുത്ത് നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു കേസ് ഷീറ്റ് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു അതിശയോക്തിയില്ല. ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എന്നിട്ട് ഞാൻ ആ ആശുപത്രി സൂപ്രണ്ടിനെയും ആ ഡോക്ടറെയും വിളിച്ചു വരുത്തി ഇക്കാര്യം ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? ഒരാൾക്ക് തലവേദന, ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത് റെഫേർഡ് ടു MCH എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുക. തലവേദനയാണ്, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംവിധാനങ്ങൾ അതിൻ്റെ പരമാവധി പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് സർക്കാർ ഇത്രയും കോടിക്കണക്കിന് രൂപ കിഫ്ബിയിലൂടെ ഇത്രയും കോടി രൂപ, എനിക്ക് ഉറപ്പുണ്ട് കായംകുളത്തിൻ്റെ നമ്മുടെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാലും ഏറ്റവും അധികം തുക കായംകുളം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് പരിശോധിച്ച് നോക്കാം. ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. 2016 മുതൽ ഈ കാലഘട്ടം 8 വർഷം ചെലവഴിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ തുകയാണ് ഇവിടെ ചെലവഴിച്ചത്. അപ്പോൾ എന്നോട് ബഹുമാനിയായ MLA പറയുമായിരുന്നു, ഇനി നമുക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഏർപ്പെടുത്തണം. അപ്പം നമ്മുടെ ഇപ്പുറത്തെ ചെയർപേഴ്സണോട് പറഞ്ഞു, ഞങ്ങളിനി 40 ലക്ഷം രൂപ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ ആശുപത്രിയുടെ സംവിധാനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തി ഈ ഒരു വർഷം നമ്മുടെ 75 വർഷം വാർഷികം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കൊരു അതിൻ്റെ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കാനായിട്ട് കഴിയും. ഞങ്ങൾ നിയമസഭ തുടങ്ങുമ്പോൾ ബഹുമാനിയ MLAയും ഞാനും കൂടെ അതിൻ്റെ മീറ്റിംഗ് ഇരിക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം കേട്ടോ. ആ രീതിയിൽ നമുക്ക് പരിശ്രമിക്കാം. അതാണ് നേരത്തെ MLA പറഞ്ഞത്. ഞാൻ ആശുപത്രിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമല്ല, എനിക്ക് ആശുപത്രിയിൽ അല്ലാതെ പോകുന്നതാണ് ഇഷ്ടം. ആളുകളോട് സംസാരിക്കാനും നേരിൽ കാണാനും രോഗികളുമായും കൂട്ടിരിപ്പുകാരുമായും നമ്മുടെ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അവരോട് സംസാരിക്കാൻ, അവർക്കും കാണുമല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ അല്ലാതെയുള്ള വിസിറ്റാണ് എനിക്കിഷ്ടം. അത് താമസിക്കാതെ ഒരു തവണ കൂടി, ഞാൻ അങ്ങനെ ഇതിന് മുൻപ് വന്നിട്ടുണ്ട്, ഒരു തവണ കൂടി വരാം. എല്ലാവർക്കും നല്ല വർഷം ആശംസിക്കുന്നു. അതോടൊപ്പം DHS ഇവിടെ വന്നത് തീർച്ചയായിട്ടും ആ ഒരു വകുപ്പ് സാധാരണ നമ്മുടെ ഡയറക്ടർ തലത്തിൽ മുതൽ ഈ ആശുപത്രിക്ക് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയ ടീമിനോടും ഞാൻ എല്ലാം നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ പുതിയ നമസ്കാരം. താങ്ക് യു മാഡം.